നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ്. കാരണം ഇപ്രാവശ്യം 7 ഘട്ടങ്ങളായാണ് ബംഗാളിൽ ഇലക്ഷൻ നടക്കുന്നത്. ഇത് തൃണമൂലിന് വലിയ അടിയാണ് നൽകിയിരിക്കുന്നത്. തൃണമൂൽ അധികാരത്തിലെത്തിയതിനു ശേഷം CPM-നെയും ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു മമതയ്ക്കും തൃണമൂലിനും ഉണ്ടായിരുന്നത്. അതിനുവേണ്ട എല്ലാ കളികളും അവർ പുറത്തെടുത്തു. അക്രമങ്ങളും പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കലും അതുപോലെ തന്നെ ഇലക്ഷനുകളിൽ ഇടതു പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ബൂത്ത് കയ്യേറുക, ഇലക്ഷനിൽ കൃത്രിമം കാട്ടുക തുടങ്ങി എല്ലാ പ്രതികാര നടപടികളും അവർ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇടതുപക്ഷത്തെ ബംഗാളിൽ ഒന്നുമല്ലാതാക്കി തീർത്തത്. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച ഇക്കുറി ഇലക്ഷൻ 7 ഘട്ടങ്ങളായി നടത്തുന്നതും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ശേഷം CPM-ന്റെ ശക്തമായ തിരിച്ചുവരവും യുവജനങ്ങളുടെ പേടിയില്ലായ്മയും മമതയ്ക്കും തൃണമൂലിനും വലിയ ഭയം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ശത്രുവായ BJP-യുടെ വളർച്ചയും മമതയ്ക്കും തൃണമൂലിനും വെല്ലുവിളിയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നാം കാണുന്നത് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രചരണങ്ങളിൽ വലിയ കോളിളക്കമാണ് ബംഗാളിൽ കാണാൻ സാധിക്കുന്നത്. വഴിയോരങ്ങളും കവലകളും ചുവപ്പുകൊടികളാലും തോരണങ്ങളാലും നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളും അതോടൊപ്പം സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ തെരുവുകൾ ചുവപ്പണിയുന്നതും ബംഗാളിൽ വലിയ പ്രതീക്ഷയാണ് CPM-നും ഇന്ത്യ സഖ്യത്തിനും നൽകുന്നത്. നേർക്കുനേർ ഇടതുപക്ഷത്തെ തടയാനെത്തിയ തൃണമൂലുകാരെ ഇടതുപ്രവർത്തകർ നേരിട്ടതും ഇപ്പോഴത്തെ തൃണമൂൽ രാത്രികാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൊടികളും ഫ്ലെക്സുകളും നശിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം CPM സ്ഥാനാർത്ഥി ശ്രീജൻ ഭട്ടാചാര്യയ്ക്ക് നേരെ ഇഷ്ടികകളുമായി അക്രമം നടത്തിയ വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും പഴയ രീതിയിൽ വിജയിക്കുവാൻ കഴിയില്ലെന്നും CPM-ന്റെ തിരിച്ചുവരവിനെ തടയാൻ സാധിക്കില്ലെന്നും മമതയും തൃണമൂലും മനസ്സിലാക്കിയിരിക്കുന്നു. ബംഗാളിൻ്റെ വഴിയോരങ്ങളിൽ നിന്നും കവലകളിൽ നിന്നും ലഭിക്കുന്ന കാഴ്ചകളും ചുവപ്പണിയുന്ന കാഴ്ചകളും CPM-നും ഇന്ത്യ സഖ്യത്തിനും വലിയ പ്രതീക്ഷയാണ് ബംഗാളിൽ നൽകുന്നത്.